ഈ ഉമ്മാക്കും വാപ്പാക്കും വെഡിങ് ഡ്രസ് എടുക്കൽ പണി എന്ന് പറയുന്നത് ചെറിയ പണിയെന്നാ വിചാരിച്ചത്, പക്ഷെ ഹലാക്കിലെ പണിയാട്ടോ. ഇവർക്ക് നമ്മളെടുത്ത് കൊടുത്താൽ ഇഷ്ടപ്പെടുത്തൂല്ല, ഇവരൊട്ടും എടുക്കത്തൂല്ല. എന്തായാലും എടുത്തിട്ടേ നമ്മൾ തിരിച്ചു വരും. അങ്ങനെ പോകുന്ന വഴിക്ക് ഒടുക്കത്തെ വിശപ്പ്. വാപ്പാക്കാണെങ്കിൽ സമയത്ത് ഫുഡ് കഴിച്ചില്ലെങ്കിൽ വാപ്പല്ലാണ്ടാവും. അപ്പൊ ഇക്കറിന് പോകുന്ന വഴിക്ക് ഒരു പുതിയ റെസ്റ്റോറന്റ് ഉണ്ട്, ഇവിടെ കയറാം, ചട്നി മാമിയില്. ഇവിടെ ആകുമ്പോൾ നല്ല ഫുഡ് കിട്ടും, സദ്യ കിട്ടും എന്നൊക്കെ പറഞ്ഞ് കയറിയതാ. പക്ഷെ പണി പാളി. ആകാംക്ഷയിൽ കയറിയുന്നതാ. ഫുഡൊക്കെ തീർന്നു ഗൈസ്. ഫുഡില്ലാത്ത ഉറക്കട. സാധാരണ ഈ ചെറിയ റെസ്റ്റോറന്റിൽ പോലും 2 മണിയാകുമ്പോൾ ഫുഡ് കഴിയാറില്ല. ഇവിടെ ഒരു തേങ്ങ ഇല്ലെന്നേ, ആകെ ഒരു ചപ്പാത്തിയും ദോശയും ചട്നി. പക്ഷെ ഒരു മെനുവിൽ സദ്യയൊക്കെ ഉണ്ടായിരുന്നു. സദ്യ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നെക്സ്റ്റ് മന്ത് തൊട്ട് ഓപ്പൺ ആവുന്നു. പിന്നെ അവർ എന്തിന് ഈ മെനുവിലൊക്കെ ആഡ് ചെയ്തു എന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും നമ്മൾ പാർക്കൊക്കെ ചെയ്ത് ലൊക്കേഷനൊക്കെ ഇട്ട് അവിടെ വന്ന സമയം വെറുതെ പോയതല്ലാണ്ട് ഒന്നും നടന്നില്ല. അങ്ങനെ വിശന്ന് വലഞ്ഞ് നമ്മൾ നെക്സ്റ്റ് കട തപ്പി പിടിച്ചു. ഇവിടെ കയറുന്ന സമയത്ത് എല്ലാം തീർന്നു എന്ന് വിചാരിച്ചാണ് കയറിയത്. പക്ഷെ ഇവിടെ സദ്യ ഉണ്ട്, കൊഞ്ചുണ്ട്, ഫ്രൈ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ വയറും മനസ്സും ഒക്കെ നിറഞ്ഞു. വാപ്പാക്കും ഉമ്മാക്കും പേഴ്സണലി എനിക്കും ഇക്കാക്കും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല സദ്യയായിരുന്നു. 100 രൂപയ്ക്ക് ഇത്രയും അടിപൊളിയായിട്ട് ഒരു സദ്യ ഞാൻ ഈ ഇടയ്ക്കൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അടിപൊളി കൊഞ്ച് ഫ്രൈയും ചെങ്കലവ് ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ലൊക്കേഷൻ ഓർത്ത് വെച്ച കിളിമാൻ റൂട്ട് വഴി നിങ്ങൾ ട്രാവൽ ചെയ്യുവാണെങ്കിൽ ഇവിടെ കയറി കഴിച്ചോ. 2 മണിക്ക് ശേഷം ഇവിടെ സദ്യ ഉറപ്പാട്ടാം. അങ്ങനെ ഇവിടുന്ന് ഫുഡ് കഴിച്ച് റാഹത്തായി നേരെ നമ്മൾ വെഡ്ലാൻഡിലോട്ടാണ് വിട്ടത്. ഇവിടെ അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഉമ്മാക്ക് വാപ്പാക്ക് ഇവിടെ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഉമ്മാക്ക് ചുരിദാറും വാപ്പാക്ക് മുണ്ടും ഷർട്ടും. അതാണ് വാപ്പാടെയും ഉമ്മാടെയും ഫേവറേറ്റ് എന്ന് പറയുന്നത്. ഉമ്മാക്ക് പിന്നെ സാരി ഉടുക്കാനും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. സാധാരണ ഉമ്മാക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളൊന്നും ഒരു കടയിലും കാണാത്തതാണ്. ഇവിടെ എന്തോ ഭാഗ്യത്തിന് ഉണ്ടായിരുന്നു. ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ ഏകദേശം ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഉമ്മാടെ ഡ്രസ്സ് എടുക്കൽ പെട്ടെന്ന് കഴിഞ്ഞു. ഉമ്മാടെ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞ ശേഷം വാപ്പ അടുത്ത് പോകുമ്പോൾ വാപ്പ അവിടെ ഏതൊക്കെയോ കൂറ ഡ്രസ്സുകൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വീട്ടിടുന്ന രീതിയിലുള്ള. അതൊക്കെ മാറ്റിയിട്ട് നല്ല സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തു. വാപ്പാക്ക് അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വെഡിങ് പർച്ചേസ് ഒക്കെ പെട്ടെന്ന് ചടപടി കഴിഞ്ഞു. അപ്പോൾ നല്ല സന്തോഷമായിട്ട് നമ്മൾ ഇനി വീട്ടിൽ പോട്ടെ. ഓക്കെ ബൈ.